നമസ്കാരം. ലിജോ ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ സഹകരണ മേഖലയിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ കാണുമ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനലിനെ പറ്റി ഇൻഫോം ചെയ്യുക. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹോംലാൻഡ് ഓഫ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹോംലാൻഡ് ഓഫ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ ഇറ്റലി. ഇറ്റലിയാണ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹോംലാൻഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ILO. തൊഴിലാളികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് ILO. അതിൻ്റെ ആസ്ഥാനം ജനീവ. ജനീവ എന്ന ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ജനീവയാണ് കറക്റ്റ് സ്ഥലം. സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലമാണ് ജനീവ. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫോർമേഷൻ ഓഫ് NCDC ഈസ് റിലേറ്റഡ് ടു ഡാഷ് കമ്മിറ്റി. NCDC ഫോം ചെയ്തത് ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ്. ഗോർവാല AD ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ്. ഗോർവാല കമ്മിറ്റി നമ്മുടെ ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഗോർവാല കമ്മിറ്റി. ഹു അപ്പോയിൻറ്റ് ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആൻസർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഒരു ഫേം ഡിസൊല്യൂഷൻ പിരിച്ചുവിടുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചാണ്? സെക്ഷൻ 39. നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സെക്ഷൻ 39 എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 39 ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ദ പേഴ്സൺ ഫോർ ഹൂം the contract job is performed is called. Answer contractee. Next question: RBI is a dash company. RBIയുടെ സ്റ്റാറ്റസ് എന്താണ്? RBI ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. വെയർ ഈസ് ദ സ്റ്റേറ്റ് ഫാം ഇൻ കേരള. ഇത് പലപ്പോഴും സഹകരണ മേഖലയിലെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ആൻസർ ആറളം. ആറളം. NCCT സ്റ്റാർട്ടഡ് ഇൻ. ആൻസർ 1976. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 63. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതിൻ്റെ സെക്ഷൻ 63 ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ യൂഷ്വലി കണ്ടക്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ചെക്കിങ്. Audit conducted at the end of the year is known as final audit. ആ ഇയറിന് ഇടയ്ക്ക് വെച്ച് നടത്തുന്ന ഓഡിറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയും. അതുപോലെ ലൈവായിട്ട് ഓഡിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കൺകറൻറ്റ് ഓഡിറ്റ്. ഒരു ഇയർ ചെയ്തതിന് ശേഷം, കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഇയറിലെ ട്രാൻസാക്ഷൻസ് മുഴുവൻ പരിശോധിച്ച് ഓഡിറ്റ് നടത്തുന്നതിനാണ് ഫൈനൽ ഓഡിറ്റ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ക്രെഡിറ്ററാണ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കസ്റ്റമറാണ്. ഓർക്കുക, ബാങ്ക് അല്ല, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. ഇൻ എ ക്യാഷ് ബുക്ക് സി ഇൻഡിക്കേറ്റ്സ്. ക്യാഷ് ബുക്കിനകത്ത് സി
എന്ന ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത് കോൺട്ര എന്നുള്ളതിനാണ്. The maker of bill of exchange is called drawer. Assets which are held for a short period is called current assets. Long period fixed assets ആണ്, short period current assets. Petty cash book is prepared under that system. Impressed system. Petty cash book പ്രിപ്പയർ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. അതായത് ഞാനൊരു കമ്പനിയിലെ ജീവനക്കാരനാണെങ്കിൽ എനിക്ക് ഒരു ലിമിറ്റ് തന്നുകൊണ്ട് ഒരു എമൗണ്ട് തരും. ഫോർ എക്സാമ്പിൾ ഒരു 2 lakhs rupees തരും. അതിൽ നിന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാം. എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബില്ലും വൗച്ചറും എല്ലാം ഹാജരാക്കിക്കൊണ്ട് ആ എമൗണ്ട് ക്ലെയിം ചെയ്തുകൊണ്ട് തിരിച്ച് ഈ 2 lakhsലേക്ക് എമൗണ്ട് എത്തിക്കാം. അപ്പോൾ എപ്പോഴും 2 lakhs വരെ മാക്സിമം ക്യാഷാണ്. അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യുക. ആ സ്പെൻഡ് ചെയ്യുന്ന പൈസ വീണ്ടും ആ ബില്ല് പാസ്സാക്കിക്കൊണ്ട് തിരിച്ച് ഈ പറയുന്ന ക്യാഷിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ പരമാവധി 2 lakhs rupees വരെ കയ്യിലുണ്ടാവും. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. Allotment of shares must be completed within dash days of issue of prospectus. Answer 120 days. 120 days. അതായത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 120 ദിവസത്തിനകം ഷെയർസ് അലോട്ട്മെൻറ്റ് നടത്തേണ്ടതാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. നമുക്കറിയാം റിയൽ അക്കൗണ്ടിൻ്റെ തത്വമൊക്കെ അറിയാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. TUCS, Triplicane Urban Cooperative Society. TUCS is first consumer society in India. Indesco are the special contribution of BI to the world. ആരാണ് ഇൻഡസ്കോ എന്ന ലോകത്തിൻ്റെ സംഭാവന നൽകിയത്? ചൈനയുടെ സംഭാവനയാണ്. ഓണർഷിപ്പ് ഡിവിഡൻഡ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. Ownership dividend related to joint farming societies. The indigo color in cooperative flag denotes. Answer harmony. One village, one society recommended by Malcolm Darling. Malcolm Darling ആണ് റെക്കമെൻഡ് ചെയ്തത് one village, one society. The valid duration of debentures is called. ഡിബഞ്ചേഴ്സിൻ്റെ വാലിഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് കറൻസി പീരിയഡ്. ടൗൺസൺ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ. ആൻസർ 1928. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഹെൽഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ബൈ RCS. Rate of interest on deposit held by cooperative society is fixed by RCS. Which are the following known as Bretton Woods twins? Bretton Woods twins എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഇരട്ടകൾ IMF ആൻഡ് IBRD. IMFും വേൾഡ് ബാങ്കുമാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഡെവലപ്ഡ് ഇൻ, ഇന്ത്യയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്, മഹാരാഷ്ട്ര. The drawing of check is always as. The drawing of check is always as bank. Auditor plan of action is called audit program. Auditor plan of action ആണ് audit program. A member of cooperative society is disqualified as per section 44. Performance audit is also called. Performance auditൻ്റെ മറ്റൊരു പേരാണ് efficiency audit. In a cooperative society, dash is not allowed. Proxy is not allowed. നമുക്കറിയാം, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലാണെങ്കിൽ അതിൻ്റെ AGMൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നേരത്തെ പോയി പ്രോക്സി ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്താൽ മെമ്പർക്ക് പകരം പ്രോക്സിക്ക് പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ നമുക്കറിയാം 1 man 1 vote പ്രിൻസിപ്പിളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു വോട്ടേ ഉള്ളൂ. ആ വോട്ടിന് വളരെ വിലയുണ്ട്.
അത് ആ വോട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യേണ്ടതാണ്. പ്രോക്സി അലൗഡ് അല്ല. All our enthusiasm in the world will not be enough unless we have trained cooperators എന്ന് പറഞ്ഞത് ഈ കൊട്ടേഷൻ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയാണ്. All our enthusiasm in the world will not be enough unless we have trained cooperators. 3 days added to the date of maturing of the bank is called days of grace. 3 days added to the date of maturing of the bank is called days of grace. Dairy cooperatives are under the administrative control of assistant registrar. അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ ഉള്ളതാണ് ഡയറി കോപ്പറേറ്റീവ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ മറ്റ് സഹകരണ സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡയറി സൊസൈറ്റികളുടെ ഭരണ ചുമതല ക്ഷീരവികസന വകുപ്പിനാണ്, അല്ല സഹകരണ വകുപ്പിനല്ല. സഹകരണ വകുപ്പ് ഓഡിറ്റിംഗ് ആണ് പ്രധാനമായിട്ടും നടത്തുന്നത്. ഓഡിറ്റിംഗ് നടത്തുന്നത് സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാരാണ്. പക്ഷേ ഡയറി സൊസൈറ്റികളുടെ ഭരണ ചുമതല എന്ന് പറയുന്നത് ക്ഷീരവികസന വകുപ്പിനാണ്. ക്ഷീരവികസന വകുപ്പിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, ഒരു ബ്ലോക്കിൽ അങ്ങനത്തെ ഒരു ഓഫീസർ കാണും. ആ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർക്ക് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ റാങ്കിലുള്ള ആളാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോൺ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അനൗദ്യോഗിക ഒഫീഷ്യൽ സ്പോക്സ്മാൻ, നോൺ ഒഫീഷ്യൽ ഔദ്യോഗിക സ്പോക്സ്മാനാണ്, നോൺ ഒഫീഷ്യലാണ്. NCUI ആണ് ആൻസർ. NCUI, ദ നോൺ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, NCUI. Abnormal losses are expense represent dash expense. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല, അബ്നോർമലി സംഭവിക്കുന്നതാണ്. സംഭവിക്കാതിരിക്കാം, വളരെ റെയറായിട്ട് സംഭവിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു എക്സ്പെൻസാണ് അബ്നോർമൽ ലോസസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ഒരു അപ്രോപ്രിയേഷനാണ്. ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിനെ പലതായിട്ട് തിരിക്കും. അങ്ങനെ ഒരു അപ്രോപ്രിയേഷൻ ആണ് റിസർവ് എന്ന് പറയുന്നത്. ICA അഡോപ്റ്റഡ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻ. ICA കോപ്പറേറ്റീവ് ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് 1925. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ഡാഷ് സിസ്റ്റം, 2 ടയർ സിസ്റ്റമാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റീസ് 2 ടയർ സിസ്റ്റമാണ്. ദ ജനറൽ വർക്കിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർസ്റ്റുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. നമുക്കൊരു ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറൽ വർക്കിംഗ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓഡിറ്റ് റിപ്പോർട്ടിൽ R&D, റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കും, വരവ് ചെലവ്, അതുപോലെ ആ വർഷത്തെ വ്യാപാര കണക്ക് കാണും, ലാഭനഷ്ട കണക്ക് കാണും, അതുപോലെ മുതൽക്കട സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ അന്ന് വരെയുള്ള ഡ്യൂ ബൈയും ഇനി ബാക്കി നിൽക്കുന്നത് അതും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രൂപം ആ സൊസൈറ്റിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ വർഷത്തെ ഓഡിറ്റിലുള്ള ന്യൂനതകളും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 1912 ആക്ട് ഹാസ് ഡാഷ് സെക്ഷൻസ്. ആൻസർ 50 സെക്ഷൻസ്. പ്രൊഡക്ഷൻ ബോണസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. പ്രൊഡക്ഷൻ ബോണസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആപ്കോസ്, ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോയിൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. സ്റ്റേറ്റ് ദ മാക്സിമം ഏജ് ലിമിറ്റ് ടു കണ്ടിന്യൂ ആസ് ആൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എംപ്ലോയി ആയിട്ടിരിക്കാനുള്ള പരമാവധി പ്രായപരിധി 58 ഇയേഴ്സാണ്. 58 ഇയേഴ്സിൽ റിട്ടയർ ചെയ്യണം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ 60 ഇയേഴ്സ് ആയിരുന്നു. DCBയിൽ 58 ഇയേഴ്സാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ 58 ഇയേഴ്സാണ്.
നമുക്കറിയാം ഡി സി ബി ഒക്കെ ഇപ്പോൾ മലപ്പുറം ഡി സി ബി ഒഴികെ ബാക്കിയെല്ലാം കേരള ബാങ്കിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ബാക്കിയെല്ലാം അപ്പോഴും ഡി സി ബിയിൽ നിന്ന് ചെയ്യുന്ന എംപ്ലോയീസിന് നിലവിൽ ഇപ്പോഴും 58 ഇയേഴ്സാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുണ്ടായിരുന്ന പഴയ ജീവനക്കാർക്ക് 60 ഇയേഴ്സുമാണ്. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ 58 ഇയേഴ്സാണ് റിട്ടയർമെൻറ്റ്. ക്വാറം ഓഫ് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള വേണ്ട ക്വാറം 2/3. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് SFC ഈസ് ഫിക്സഡ് ബൈ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഫിക്സ് ചെയ്യുന്നത് SFCയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇത്രയുമേ ഉള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്രമാത്രം പഠിക്കുന്നു എന്നതിനാണ് പ്രധാനം. അതുകൊണ്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങൾ തുടർന്നും വീഡിയോസ് കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ കണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ചാനലിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ് സബ്സ്ക്രൈബേഴ്സ്. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.